നിലവിൽ അതിർത്തികൾ ശാന്തമാണ്. പക്ഷേ രാജ്യം കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. ആ ജാഗ്രത തുടരുകയാണ്. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കും. പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ 11 മണിക്ക് മാധ്യമങ്ങളെ കാണും. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള ആദ്യ പകലിൽ അതിർത്തി ഗ്രാമങ്ങൾ ശാന്തമാണ്. കുൽഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജമ്മുകശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭീകരവിരുദ്ധ പരിശോധന തുടങ്ങി. അതേസമയം കശ്മീരിൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് ഇരു രാജ്യങ്ങളെയും ട്രംപ് അഭിനന്ദിച്ചു. നിർത്തിവെച്ച IPL മത്സരങ്ങൾ പുനരാരംഭിക്കാൻ BCCI നീക്കം തുടങ്ങി. ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് അജീഷ് ജയകുമാർ, ബൽറാം നെടുങ്ങാടി, ശ്രീനാഥ് ചന്ദ്രൻ, വിനീത VG, അനിൽ വാസുദേവ് എന്നിവർ. ആദ്യം ഞാൻ പോകുന്നത് അജീഷ് ജയകുമാറിലേക്കാണ്. അജീഷ്, ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഇതാദ്യമായി ഒരുപക്ഷെ ഈ സംഭവ വികാസങ്ങൾ തുടങ്ങിയതിനു ശേഷം നടക്കാനിരിക്കുകയാണ്. വെടിനിർത്തൽ ധാരണ അതേത് തരത്തിലേക്കാണ്? ഇനിയിപ്പോൾ ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? ഏത് തരത്തിലേക്ക് ജാഗ്രത പുലർത്തുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത് കൃത്യം 11 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ? അനുജ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായിട്ടായിരുന്നു വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തിയത്. തുടരെയുള്ള ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ തിരിച്ചടിയും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ പ്രകോപനം അടക്കമുള്ള കാര്യങ്ങളിൽ അതൊക്കെ വിശദീകരിക്കാൻ രണ്ടു കൂട്ടരും ഒരുമിച്ചായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയിരുന്നത്. ഇന്ന് 11 മണിക്ക് പ്രതിരോധ മന്ത്രാലയം മാത്രമാണ് അവരുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രധാനമായും ഇന്ത്യ നടത്തുന്ന തുടർ നടപടികൾ എന്തായിരിക്കും അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. 11 മണിക്ക് പ്രതിരോധ മന്ത്രാലയത്തിൽ വെച്ചിട്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണത്തിനായി. കാരണം കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഉടമ്പടി വന്നതിന് ശേഷം അതിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇങ്ങനെ ഒരു ഉടമ്പടി എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകാൻ ഇതുവരേക്കും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. എന്തിന്റെയൊക്കെ ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സീസ് ഫയറിൽ എത്തിയത്, അമേരിക്കയുടെ മധ്യസ്ഥത എങ്ങനെയാണ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വിട്ടിരുന്നില്ല. എന്തായാലും അതിനെക്കുറിച്ച് കൂടി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ ഇന്ത്യയും പാകിസ്ഥാനെയും പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു പോസ്റ്റ് കൂടി ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സീസ് ഫയറിനെ കുറിച്ച് ആദ്യം പറഞ്ഞതും ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷത്തിന് അയവ് വരുത്തി അതിൽ ഒഴിവാക്കിയത്, സീസ് ഫയറിലേക്ക് എത്തിച്ചതെന്ന് ട്രംപാണെന്നുള്ളത് എന്ന രീതിയിൽ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് പല അമേരിക്കൻ മാധ്യമങ്ങളും അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തുന്നത്. അതായത് ഒരുപാട് പേരുടെ ജീവൻ എടുത്തേക്കാവുന്ന ഒരു യുദ്ധത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിൽ ഒരു സീസ് ഫയർ എത്തിയതിൽ ഇരു രാജ്യങ്ങളുടെ നേതാക്കളെ അഭിനന്ദിക്കുന്നു. കൂടാതെ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാനും താൻ അമേരിക്ക ആഗ്രഹിക്കുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ കശ്മീർ പ്രശ്നത്തിൽ 1000 വർഷം കഴിഞ്ഞാലും ഒരു പരിഹാരം കണ്ടെത്താൻ താൻ ഇരു രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇരു രാജ്യങ്ങളുടെയും നേതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന രീതിയിൽ ആണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. കൂടാതെ തന്നെ ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ, അതായത് അമേരിക്കയുടെ ഈ മധ്യസ്ഥതയിൽ അതിനെക്കുറിച്ച് വിഷയത്തിൽ ഒരു വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമർശനാത്മകമായ രീതിയിലാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഓൾ പാർട്ടി, ഒരു സർവകക്ഷി. അതാണ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി ട്രംപിന്റെ ഒരു പ്രസ്താവന വരുമ്പോൾ വെടിനിർത്തലിന് വേണ്ടി ഏത് തരത്തിലേക്ക് ഈ ധാരണയിലെത്താൻ അമേരിക്ക പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറയുന്നു. ഇതൊക്കെ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായൊരു കാര്യമാണ്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി കേന്ദ്രം നൽകുമെന്ന് കരുതണോ? കേന്ദ്രം ഇതുവരേക്കും അക്കാര്യത്തിൽ ഒരു വിശദീകരണം, ഒരു മറുപടി ഇതുവരേക്കും നൽകിയിട്ടില്ല. അക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സീസ് ഫയർ വന്നതിന് പിന്നാലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെയും അന്നത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെയും ഒരുമിച്ചുള്ള ഒരു ചിത്രമായിരുന്നു. അത് 1971 ഇൻഡോ പാക് വാർ, അതിൽ അമേരിക്ക ഇടപെടാമെന്ന തരത്തിലൊരു പ്രതികരണം നടത്തിയപ്പോൾ അത് ഇന്ത്യക്ക് സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നട്ടലുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു, അന്നൊരു പരിഹാസ രീതിയിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രസ്താവന അന്ന് അമേരിക്കയ്ക്ക് നൽകിയിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു പ്രശ്നം വന്നപ്പോൾ അത് സ്വന്തമായി പരിഹരിക്കാതെ അമേരിക്ക ഇടപെടിച്ചതിൽ എന്ത് നിബന്ധനയാണ് ഉണ്ടാക്കിയത്, ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു നിബന്ധന, ഇത്തരത്തിലൊരു സീസ് ഫയറിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് അത്തരത്തിലൊരു വിമർശനം, ഒരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു നിലപാടാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ ANI പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 1971 സ്ഥിതിയല്ല 2025 ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു സംഘർഷം തുടരാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിച്ചിരുന്നത്.
ആഗ്രഹിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ ഈ യുദ്ധം തുടരാൻ, ഈ സംഘർഷം തുടരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഇടപെടലിൽ പെട്ടെന്ന് ഒരു സീസ് ഫയറിലേക്ക് എത്തിയതെന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ അമേരിക്കയുടെ ഇടപെടലിനെ ചോദ്യം ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഇത് സീസ് ഫയറിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ ഇടപെടലിനെ അവർ തള്ളുകയാണ്. കാരണം CPM-ന്റെയും ഇന്ത്യയുടെയും നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ഒരു മൂന്നാം രാജ്യത്തെ ഇടപെടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ഈ കാര്യത്തിലടക്കം ഒരു വിശദീകരണം തേടുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. അതാണ് ഒരു ഉഭയകക്ഷി വിഷയം എന്ന തരത്തിലേക്കാണ് ഇതുവരെ ഇന്ത്യ ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏത് തരത്തിലാണ് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായത്, അത് തന്നെയാണോ വെടിനിർത്തൽ ധാരണയിലേക്ക് നയിച്ചത് എന്നതൊക്കെയുള്ളതിൽ ഇന്ത്യയുടെ സ്ഥിരീകരണം എന്ത്, കേന്ദ്രത്തിന്റെ സ്ഥിരീകരണം എന്ത് എന്നത് വരേണ്ടതുണ്ട്. പ്രതിപക്ഷം ആ കാര്യം ഇതിനോടകം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം ഉള്ളത് ശ്രീനഗറിലാണ്. ബൽറാം, നിലവിൽ അതിർത്തികളൊക്കെ ശാന്തമാണ് എന്നതാണ്, പക്ഷേ ജാഗ്രത തുടരുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ശ്രീനഗറിൽ കാണാൻ കഴിയുന്നത്? അനുജ, അതിർത്തികൾ ശാന്തമാണ്. പുതിയ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ നിലവിലില്ല. കൂടാതെ ഷെല്ലാക്രമണങ്ങളില്ല. പൂഞ്ച്, രജോരി അടക്കമുള്ള ഇടങ്ങൾ, ജമ്മുവിലെ ഇടങ്ങൾ, ഒപ്പം തന്നെ കശ്മീരിലെ ഉറി സെക്ടർ, കുപ്വാര മേഖല, ബാരാമുള്ള മേഖല അടക്കമുള്ളവ പൂർണ്ണമായും സമാധാനപരമാണ്. എന്നാൽ ഗ്രാമങ്ങൾ ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. ഈ ഒരു ആശങ്കയെ തുടർന്ന് ആളുകൾ വിട്ടൊഴിഞ്ഞ ഗ്രാമങ്ങളിലേക്ക് ആളുകൾ മടങ്ങിയെത്തിയിട്ടില്ല. അതേസമയം ജമ്മു കശ്മീരിലെ പ്രധാനമായും ശ്രീനഗറിൽ ശാന്തമാണ് സ്ഥിതിഗതികൾ. ശാന്തമായി തന്നെ കാര്യങ്ങൾ പോകുന്നു. എന്നാൽ സാധാരണത്വത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ നിലയിലേക്ക് ശ്രീനഗർ ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് രാവിലെ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ലാൽ ചൗക്കിലാണ്. ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്, ഒരു വാണിജ്യ പ്രദേശം കൂടിയാണ് ലാൽ ചൗക്ക്. ഇവിടെ ഞായറാഴ്ചകളിൽ ഒരു സൺഡേ മാർക്കറ്റ് പ്രവർത്തിക്കേണ്ടതാണ്. നൂറുകണക്കിന് പേർ ഈ ഒരു സമയമാകുമ്പോഴേക്കും സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമായി പ്രദേശവാസികളും വിനോദസഞ്ചാരികളും അടക്കം നിരവധി പേർ എത്തേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാം അല്പമൊക്കെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇത് വിൽക്കാനുള്ള ആളുകളും വാങ്ങാനുള്ള ആളുകളും കുറച്ചൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നുവെങ്കിലും സാധാരണ നിലയിലേക്ക് ഇതുവരെയും ആയിട്ടില്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസമുണ്ടായ ഈ വൈകിട്ടുണ്ടായ സ്ഫോടനങ്ങളും മറ്റും ആളുകളുടെ ആശങ്ക പൂർണ്ണമായും വിട്ടുമാറാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നമുക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തന്നെ തേടാം. भैया अभी नॉर्मल सी हुआ? हाँ जी नॉर्मल हुआ। श्रीनगर में कैसा है स्थिति? बस बढ़िया। कल जो हुआ था कल शाम को शाम को हुआ था, उससे तो डर लगता था कुछ होना चाहिए। तो अभी तो ठीक ठाक? अभी तो ठीक ठाक है, अल्लाह करम से तो सब कुछ ठीक है। मार्केट में अभी भीड़ है? मार्केट अभी कोई नहीं निकला, अभी डर है लोगों में। नॉर्मल कितना लोग आते हैं? नॉर्मल आता थोड़ा कम है, बहुत कम है। बहुत कम है, बहुत। അനുജ, അത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. സാധാരണ നിലയിലുണ്ടാകുന്നതിനേക്കാൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എന്നാൽ ആശങ്ക മാറിയിരിക്കുന്നു. ഇന്നലെ ഏറെ ആശങ്കപ്പെട്ടിരുന്നു. കാരണം ഈ സംഘർഷമുണ്ടായ ആദ്യ ദിവസങ്ങളിലൊന്നും ശ്രീനഗറിൽ അത്ര കാര്യമായ പ്രശ്നങ്ങളില്ലായിരുന്നു. ശ്രീനഗറിൽ ഭയക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന ആളുകൾക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഉറി, കുപ്വാര അടക്കമുള്ള മേഖലകളിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിലുള്ള ജനങ്ങൾ ഈ ശ്രീനഗറിലെ അവരുടെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറിയത്. എന്നാൽ ഇപ്പോൾ പിന്നീട് കണ്ടത്, ഇന്നലെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ശ്രീനഗറിൽ സംഘർഷ രംഗങ്ങൾ അല്ലെങ്കിൽ ആശങ്കയുണർത്തുന്ന തരത്തിലുള്ള തുടർച്ചയായുള്ള 100ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാൻ ഇടവന്നത്. അത് ആശങ്ക ഉണ്ടാക്കി ആളുകളിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആളുകൾ വീടുകളിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയും മാർക്കറ്റുകൾ പൂർണ്ണമായും കാലിയാകുന്നതും ഇരുട്ട് പടരുന്നതുമായ സാഹചര്യം കണ്ടു. പൂർണ്ണമായ നിശബ്ദതയായിരുന്നു ഇന്നലെ രാത്രി ശ്രീനഗറിൽ ഉണ്ടായിരുന്നത്. ബ്ലാക്ക് ഔട്ട് ഇന്ന് പുലർച്ചെ പിൻവലിച്ചെങ്കിലും സാധാരണ നിലയിലേക്ക് എത്തുന്നു ശ്രീനഗർ. ആശങ്ക അകന്നു വരുന്നു. ആളുകൾ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സമയമെടുത്ത് അത് പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് തന്നെയാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. भैया कैसे अभी नॉर्मल हो गया? नॉर्मल हो गया जी। कल रात तो थोड़ा सा डर हुआ था ना सर? हाँ, थोड़ा सा डर लग रहा था। हम तो पिछले 35 सालों से ये महसूस करते आ रहे हैं, अब इससे क्या चलेगा? आपको डर कुछ नहीं हुआ? डर का ये रोज़मर्रा की ज़िंदगी है यहाँ, चाहे उधर से हो या इधर से हो, ये रोज़मर्रा की कहानी है। लेकिन इस बार तो मतलब हम कल जो कहते हैं ना, ये जंग वंग नहीं होना चाहिए, आपस में भाईचारे में रहना चाहिए, बस हमारी यही कुछ है।
അനുജ, ഇത് തന്നെയാണ്, സാഹോദര്യത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തങ്ങൾ ഇത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണമാണ്. നിലവിലിപ്പോൾ സാധാരണഗതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ആളുകൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ മാർക്കറ്റുകളിലും ഒപ്പം തന്നെ തെരുവുകളിലും മറ്റുമായി. ആശങ്ക പതിയെ പതിയെ മാറി വരികയാണ്. അതേസമയം കനത്ത ജാഗ്രത തുടരുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കാണാം, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട്. ജമ്മു കശ്മീർ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും എല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. പൊതുനിരത്തുകളിൽ ഒപ്പം തന്നെ പൊതു ഇടങ്ങളിൽ മാർക്കറ്റുകളിലെല്ലാം കനത്ത സുരക്ഷ, കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. അതിർത്തിയിലും വ്യത്യസ്തമല്ല. അതിർത്തിയിൽ സൈന്യം കടുത്ത ജാഗ്രതയിലാണ്. ഒപ്പം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനവും വളരെ ജാഗ്രതയിൽ തന്നെയാണ്. അത് ഇപ്പോഴും ഉണർന്നു തന്നെ നിൽക്കുന്നു. ഏത് സമയവും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സംവിധാനം തയ്യാറാണ് എന്ന് തന്നെയാണ് പ്രതിരോധ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. കശ്മീർ പതിയെ സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അനുജ, അതാണ്, അതിർത്തി മേഖലകളൊക്കെ പതിയെ ശാന്തത കൈവരിക്കുകയാണ്. ശ്രീനഗർ ലാൽ ചൗക്കിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഇപ്പോൾ ബൽറാം നെടുങ്ങാടി നൽകിയത്. വളരെ പതിയെയാണ്. അവരെ സംബന്ധിച്ചത് സാധാരണ അവർ കാണുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണെങ്കിൽ പോലും അവർക്ക് ആശങ്കയുണ്ട്. വളരെ പതുക്കെ തന്നെയാണ് അവിടുത്തെ തെരുവുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നത് എന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് ജയ്സാൽമീറിലേക്കാണ്. അനിൽ വാസുദേവാണ് തത്സമയം ജയ്സാൽമീറിൽ നിന്ന് ചേരുന്നത്. അനിൽ, ജയ്സാൽമീറിലൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു, ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു, ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. ഒരു സാധാരണ സാഹചര്യം കാണാൻ കഴിയുന്നുണ്ടോ അവിടെ? തീർച്ചയായും ഒരു സാധാരണ ഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ ആ തരത്തിലേക്കൊക്കെ തന്നെ പോയി തുടങ്ങിയിരിക്കുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ജയ്സാൽമീറിലെ. അവിടെ കാണാം, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ആളുകൾ അവരുടെ ഒരു നോർമൽ ലൈഫിലേക്ക് എത്തിത്തുടങ്ങി. കടകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായി അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ അവരൊക്കെ തന്നെ അവരുടെ ജോലികളിൽ ഏർപ്പെടുന്നു. ഇല്ലെങ്കിൽ നോർമലായി എല്ലാം മുമ്പ് ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒരു തരത്തിലും തോന്നിപ്പിക്കാത്ത അത്ര തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും നന്നായി തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 3 ദിവസങ്ങൾ അങ്ങേയറ്റം ദുരന്തമാണ്, അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു കാലത്തും ഓർക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളെന്നാണ് പല ആളുകളും പറയുന്നത്. തുടർച്ചയായ 2 ദിവസങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ, തൊട്ടു പിന്നാലെ ഇന്നലെ എല്ലാം ശരിയായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജമ്മുവിലെ അടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെയും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചത്. ജയ്സാൽമീറിൽ മാത്രമല്ല, ബാർമീറിലും ജോധ്പൂരിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ 5ഓളം ഈ അതിർത്തി മേഖലയിൽ പെടുന്ന ഒരു 5ഓളം ജില്ലകളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയും വലിയ രീതിയിൽ ഓരോ വീട് കയറിയും പോലീസ് ലൈറ്റുകൾ ഓഫ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിലെ ഉടമ പറഞ്ഞത് കുറച്ചധികം കാര്യമാണ്. അതായത് മീറ്ററിലെ ലൈറ്റ് പോലും ഓഫ് ചെയ്യേണ്ട ഒരവസ്ഥ, അത്ര കണ്ട് ഭയപ്പാടോടുകൂടിയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോഴും കുറച്ച് ആളുകളൊക്കെ നിരത്തിലിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഒരു ഈ സമയം 10 മണി കഴിയുമ്പോഴേക്കും എല്ലാം സ്വാഭാവികമായി ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രശ്നങ്ങളൊന്നും തന്നെ പോലീസിനെയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ പട്രോളിംഗ് സംഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. ടാക്സികൾ, ഓട്ടോകൾ ഒക്കെ തന്നെ നിരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം സുഖമായി തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ജില്ലാ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഇന്നലെ രാത്രി ഇവിടെ ജയ്സാൽമീറിൻ്റെ എയർബേസിന് പരിസരത്ത് ഒരു 5-6 സ്ഥലങ്ങളിൽ ചില എക്സ്പ്ലോഷൻസ് കേട്ടു. അതുപോലെ തന്നെ ബാർമീർ, അവിടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. അവിടെ ഒരു എയർബേസ് ഉണ്ട്. അതിനെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ നിരന്തരം ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതൊക്കെ തന്നെ തകർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങളൊക്കെ തന്നെ പ്രതിരോധിക്കാനും ഇന്ത്യക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആശ്വാസം ജനങ്ങളിൽ എല്ലാവരിലും കണ്ടു. എല്ലാം ശരിയായി വരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് ഈ ജയ്സാൽമീർ. ഇവിടെ ഇന്ത്യയുടെ സുവർണ നഗരി എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. അത് മനോഹരമായ നിർമ്മിതികൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു സ്ഥലം. ധാരാളം ആളുകൾ വരുന്നു. ഇതൊരു വെക്കേഷൻ സമയമായിരുന്നു. ആ ഘട്ടത്തിൽ ധാരാളം ആളുകൾ വരേണ്ട ഒരു സമയത്താണ് ഇത്തരം നിയന്ത്രണങ്ങളും ഇത്തരം പ്രതിസന്ധികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ തന്നെ മാറി വരുന്നു. ആളുകൾ ഈ ദൃശ്യങ്ങൾ ഒക്കെ തന്നെ അവർക്ക് മുന്നിൽ നമ്മളും വെക്കുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ ടൂറിസ്റ്റുകൾ കൂടുതൽ വരട്ടെ. ഇനിയും വെക്കേഷന് തീരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കുന്നത്. പക്ഷേ ആ വെക്കേഷൻ ദിവസങ്ങൾ വീണ്ടും ടൂറിസ്റ്റുകളാൽ ഇവിടെ നിറയുമെന്ന് തന്നെ കരുതാം. ആശങ്കകളൊക്കെ തന്നെ എല്ലാം മാറി
ഇന്നലെ നമ്മൾ കണ്ട മറ്റൊരു മനോഹര ദൃശ്യം, കുട്ടികളൊക്കെ തന്നെ വീണ്ടും നിരത്തിലിറങ്ങി ക്രിക്കറ്റ് കളിക്കുന്നു, ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ യുദ്ധം അവസാനിച്ചു, അല്ലെങ്കിൽ പ്രതീതി അവസാനിച്ചു എന്ന് തന്നെ വലിയ സന്തോഷം നൽകുന്ന കാര്യം. എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നു. ജയ്സാൽമീറിൽ നിന്നും സന്തോഷത്തിൻ്റെ വാർത്തകൾ. ഇനി അവസാന വെടിയൊച്ച അല്ലെങ്കിൽ അത്തരം എക്സ്പോഷറിൻ്റെ അവസാന വാർത്തയും ഇല്ലാതാവട്ടെ, എല്ലാം നോർമലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇതിനു മുന്നുള്ള ദിവസങ്ങൾ എങ്ങനെയായിരുന്നു ജയ്സാൽമീർ എന്നുള്ളത് അതുപോലെ തന്നെ ആവട്ടെ എന്നാണ് നമ്മളും കരുതുന്നത്. അനുഷ, അതെ, സന്തോഷത്തോടെ ഒക്കെ നിൽക്കുന്ന നാട്ടുകാരെ കാണുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്.